ഹലോ ഗൈസ്, അങ്ങനെ ഇതാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ ഈ വീക്കിൽ കാണുന്ന ഈ വണ്ടി എടുത്ത് നമ്മളിതാ ഒരു ഓട്ടം പോവാണ്. കർണാടകയിലേക്കാണ്. നമ്മുടെ ഈ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി അങ്ങനെ റോഡ് സൈഡിൽ നിന്നൊക്കെ കുക്കൊക്കെ ചെയ്തിട്ടുള്ള യാത്രയാണ്. സത്യം പറഞ്ഞാൽ ഈഗോ ജെറ്റ് പോയ പോലെ തന്നെ. അപ്പോൾ എന്തായാലും യാത്രേൻ്റെ കാഴ്ചകൾ കാണാം. ഇപ്പം നമ്മളുള്ളത് പള്ളൂരിൻ്റെ പെട്രോൾ പമ്പിൻ്റെ താഴെയുള്ള പാർക്കിങ്ങിലാണ്. ഞാൻ വീഡിയോൻ്റെ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ ചുറ്റിനും ബാറുകളൊക്കെ കാണുന്നില്ലേ, പള്ളൂരാണുള്ളത് ഇവിടെ. അങ്ങനെ വീഡിയോൻ്റെ ഇൻട്രോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ എണ്ണ അടിക്കട്ടെ. വണ്ടി ഫുൾ ടാങ്ക് എണ്ണ അടിക്കണം. ഇവിടെ പെട്രോളിനും മദ്യത്തിനൊക്കെ വില കുറവാണല്ലോ, അതുകൊണ്ട് ആദ്യം പെട്രോളും അടിക്കാം വണ്ടിയിൽ ഫുൾ ടാങ്ക്. ഇതാ വണ്ടിയിൽ ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിച്ച് ഇതാ നേരെ പമ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ കുറച്ച് നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മളിതാ കണ്ണൂരെത്തി. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിർത്തിയത്. ഇവിടുന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കാനാണ് കരുതുന്നത്. അങ്ങനെ നേരെ നമ്മൾ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടുത്തെ ഭക്ഷണമൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ഭക്ഷണം തന്നെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉച്ചയ്ക്ക് സമയത്തൊക്കെ ഇതിലൂടെ പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ബിരിയാണിക്ക് കഴിക്കാറുള്ളതാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള ബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വാങ്ങിയ 2 ബിരിയാണിയും അതേപോലെ തന്നെ ബോട്ടിൽ വെള്ളമാണ്. അങ്ങനെ നമ്മൾ ആ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. നല്ലൊരു ലെഗ് പീസ് തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ നമ്മളങ്ങനെ ഫുഡ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് തൊട്ടപ്പുറം തന്നെ ആയിട്ട് നമുക്ക് ഇവിടെ വേസ്റ്റ് ചാടാനുള്ള സ്ഥലം അവിടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ തന്നെ നമ്മൾ വേസ്റ്റും ചാടിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വേസ്റ്റും ചാടിക്കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പിന്നെ വണ്ടിയെടുത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇപ്പോൾ പോകാൻ നോക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം ഉച്ച സമയം കഴിഞ്ഞു. ഏകദേശം ഇപ്പോൾ ഒരു 2 മണിയുടെ അടുത്തായി ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് നേരം മുന്നോട്ട് വന്നു. ഇപ്പോൾ അതാ ഒരു പമ്പിൽ ഒക്കെയാണ് ടോയ്ലറ്റിലൊക്കെ പോകേണ്ടിയിട്ടൊക്കെ. നല്ല അന്യായ ബ്ലോക്കാണ്. ഉച്ച സമയം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഏജാതി ബ്ലോക്കാണ്. അതേപോലെ തന്നെ നല്ല വെയിലും. ഫുൾ ടയർഡായി. പിന്നെ വേറൊരു സംഗതി മനസ്സിലായി, ഇത് നമ്മൾ നേരത്തെ സെൻട്രൽ ജയിലിൻ്റെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ വാങ്ങിയ വെള്ളമാണ്. ഇതിനാകെ വരുന്നത് 10 രൂപയാണ്. ഗവൺമെൻറ്റിന് തന്നെ എന്തോ ഒരു കമ്പനീൻ്റെ വെള്ളമാണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, മനസ്സിലായി. കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് വെയിലൊക്കെ ഒന്ന് താണിട്ട് വേണം ഇനി മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ. ഇപ്പം നമ്മൾ പയ്യന്നൂരിൻ്റെ അടുത്തെത്താനായേ ഉള്ളൂ. ഇനി ഒരുപാട് കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട്. എന്തായാലും മുന്നോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. റോഡ് മൊത്തം ബ്ലോക്ക്. സുഹൃത്തുക്കളെ, അങ്ങനെ ഇതാ നമ്മൾ ടോളൊക്കെ എടുത്തുകൊണ്ട് ഇതാ കേരള ബോർഡർ കഴിഞ്ഞ് അങ്ങനെ കർണാടക ബോർഡറിലേക്ക് നമ്മളങ്ങനെ കയറി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഇനി കർണാടകൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി. അപ്പം കരുതി ഒന്ന് ചായ കുടിക്കുകയാണ്. നല്ലൊരു ടോൾ പാസ്സൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ തന്നെ നല്ലൊരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കിട്ടുമ്പോൾ തന്നെ കരുതി ഇവിടുന്ന് ചായ കുടിച്ചിട്ടാകാൻ ബാക്കിയുള്ള കാര്യമൊന്ന് നമുക്കിനിയും കുറച്ച് ഓടാനുണ്ട്. അതുകൊണ്ട് നേരെ ചായ കുടിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മളെ ചായയും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ഇപ്പോൾ അങ്ങനെ ചായ കുടിക്കാൻ നോക്കുകയാണ്. നല്ലൊരു ഈവനിങ് ടൈം. പിന്നെ കടേൻ്റെ ആംബിയൻസൊക്കെ അടിപൊളിയാണ്. നല്ല രസമുണ്ട് ആംബിയൻസൊക്കെ കാണാൻ. ഇതാ നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് തൊട്ടപ്പുറം തന്നെ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ചാർജറിൻ്റെ സീപ്പോർട്ട് കേബിൾ നമ്മൾ വാങ്ങി. നമ്മളെ ഫോണിനൊന്നും ചാർജ് ഇല്ല. നമ്മൾ ചാർജറും കേബിളെല്ലാം എടുക്കാൻ വിട്ടുപോയി. ചാർജർ എടുത്തിട്ടും കാര്യമില്ല, നമ്മൾ വണ്ടി തന്നെയാണ്, കേബിൾ മാത്രം എടുത്തിട്ടാണ് കാര്യമുള്ളൂ. അങ്ങനെ ഒരു കേബിളും കാര്യങ്ങളൊക്കെ വാങ്ങി.
അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ തന്നെ കർണാടകയിൽ എന്തൊക്കെയോ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് കയറിയപ്പം തന്നെ കാണുന്നത്. എന്തോ പള്ളിയിൽ എന്തോ ഒരു പള്ളി പെരുന്നാൾ പോലെ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ്, അതിൻ്റെ ബ്ലോക്കാണെന്ന് തോന്നുന്നു. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു പള്ളീന് മുന്നിൽ റോഡിൻ്റെ സൈഡായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബ്ലോക്കിലും കാര്യങ്ങളൊക്കെ നിന്ന് ഗൈസ് അങ്ങനെ ഒരുപാട് നേരം വണ്ടിയൊക്കെ ഓടിച്ച് കഴിഞ്ഞ് നമ്മളിതാ മംഗലാപുരം സിറ്റിയിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ യാത്രയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് വണ്ടി നിർത്തിയാണ്. ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, വണ്ടി തന്നെയാണ് കിടക്കുന്നത്. ഈ സ്ഥലം വേറെ എവിടെയല്ല. ഇതിൻ്റെ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ ഇവിടെ തന്നെയാണ് കിടന്നത്. ഇവിടെ സ്ഥലം സേഫാണ്. അതിന് കഴിഞ്ഞ യാത്രയിൽ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ടയർ കടയുണ്ട്. ഈ ടയർ കടയിലെ ചങ്ങായി നമ്മളോട് പറഞ്ഞിരുന്നു ഇവിടെ കിടന്നോ, ഒരു 2-3 മണി വരെ ഉണ്ട്, ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്, ഇവിടെ കിടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് അറിയുന്ന സ്ഥലം ഇവിടെയാണ്, അതുകൊണ്ട് ഇവിടെ തന്നെ വന്ന് കിടക്കാമെന്ന് കരുതി. തൊട്ട് വേക്ക് കാണുന്ന ഇത് ടയർ കടയാണ്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, വണ്ടി തന്നെ. ഇന്നെന്തായാലും വണ്ടിയിൽ നിന്ന് കുക്ക് ചെയ്യുന്നൊന്നുമില്ല, പുറത്ത് പോയി കഴിക്കണം. എന്തായാലും രാത്രിക്കേക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മളിവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ, കുറേ നേരം ഡ്രൈവ് ചെയ്ത് വന്നതാണ്. കേസ് അങ്ങനെ മാലൊക്കെ കുറച്ച് പൊട്ടിപ്പോയായിരുന്നു, നാളത്തേക്ക് അത് നമ്മൾ കെട്ടുവാണ്. പരിപാടിയെല്ലാം ഇന്നേ തീർത്ത് വെക്കുകയാണ്. ഇപ്പം നല്ല പമ്പിലെ വെട്ടമുള്ളതുകൊണ്ട് ഇവിടെ നിങ്ങൾ കെട്ടാന്ന് കരുതി. എന്തായാലും ഇത് കെട്ടട്ടെ. കേസ് അങ്ങനെ ഇതാ നമ്മൾ വണ്ടി വർക്ക് ചെയ്തത് നമ്മുടെ ടയർ കടേൻ്റെ അടുത്തായിട്ട് ഒരു ഫ്രിഡ്ജിങ് കടയുണ്ട്. ആ കട അടച്ചു പോകുന്നതിന് മുന്നേ നമ്മൾ കരുതി ഒരു കൊതുക് തിരി വാങ്ങി വെക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ കൊതുകിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ പിന്നെ കരുതി കട അടച്ചു പോകുന്നതിന് മുന്നേ നമുക്ക് കൊതുകിരി വാങ്ങി വെക്കാം. അങ്ങനെ ഇതാ നമ്മൾ കൊതുകിരിയൊക്കെ വാങ്ങി വെക്കുകയാണ്. കേസ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ആ തട്ടുകട നോക്കി ഇറങ്ങിയാണ്. അവിടെ ഒരു തട്ടുകടയുണ്ട്. അങ്ങനെ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി തട്ടുകടയിലേക്ക് ഇറങ്ങിയാണ്. ഇന്ന് നമ്മൾ കുക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ നേരെ തട്ടുകടയിലെത്തി. കർണാടകക്കാരെ മെയിനാന്ന് തോന്നുന്നു റൊട്ടി. അപ്പം ഞങ്ങളും കരുതി ഞങ്ങളിപ്പം കർണാടക കയറിയല്ലോ, നമുക്ക് റൊട്ടി തന്നെ ആയിക്കളെ മെയിൻ. അങ്ങനെ ഇതാ റൊട്ടിയും മെയിൻ, അതേപോലെ തന്നെ നല്ല ചിക്കൻ കറിയും വാങ്ങി. നല്ല അത്യാവശ്യം നല്ലൊരു ചിക്കൻ കറി തന്നെയായിരുന്നു. അങ്ങനെ ഇതാ നല്ല ചിക്കൻ കറിയും റൊട്ടിയും കൂട്ടി നമ്മൾ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ചെറിയ രീതിക്ക് പ്ലാന് മാറി. രണ്ടിനും പിന്നെ ഒരേ വൈബിലുകൊണ്ട് പറയണ്ട, രണ്ടാം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പം കരുതി നമുക്ക് നേരെ വിടാമെന്ന്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരം പോകാനുണ്ട്. അപ്പം കരുതി ഇന്ന് രാത്രിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് നേരെ അങ്ങോട്ട് വിടാമെന്ന്. നമ്മൾ ഇത്രയും കർണാടക എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. അതാ നമ്മൾ ഗോവയിലേക്കാണ് പോകുന്നത്. നമുക്കിതാ ഗോവയിലേക്കാകാൻ ഇത്രയും കിലോമീറ്ററേ ഉള്ളൂ. അപ്പം കരുതി അങ്ങോട്ടേക്ക് അടുപ്പിക്കാമെന്ന്. എന്തായാലും ഇനിയത്തെ വീഡിയോകൾ മൊത്തം ഗോവ വിശേഷങ്ങളായിരിക്കും. അതുവരേക്കും ബൈ ഗൈസ്. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ ഗോവ വിശേഷങ്ങളും അതേപോലെ തന്നെ പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും ബൈ ഗൈസ്.